കാറ്റും മഴയും വെള്ളപ്പൊക്കവും ഒക്കെ പേടിച്ച് ജീവിതകാലം മുഴുവൻ വെള്ളത്തിൽ കഴിച്ചു കൂട്ടുന്ന കുറേ ആളുകൾ. ഇന്ന് കംബോഡിയയിലെ ഫ്ലോട്ടിംഗ് വില്ലേജിലാണ് ഞങ്ങളുള്ളത്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ നാട്ടിലെ കുട്ടനാടിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു സ്ഥലമാണിത്. രണ്ട് സൈഡിലും കണ്ടൽ കാടുകളും ഒക്കെ ആയിട്ട് വളരെ നല്ലൊരു യാത്രയായിരുന്നു ഇത്. അപ്പം ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് ഒരു ചെറിയ ബോട്ടാണെന്ന് പറയാൻ വയ്യ. ഒരു വഞ്ചിയിൽ 2-3 കസേരയൊക്കെ ഇട്ടിട്ടുള്ള ഒരു സെറ്റപ്പാണ്. സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും വലിയ ഫ്രഷ് വാട്ടർ ലേക്കായ ടോൺലെ സാപ്പ് എന്ന് പറഞ്ഞ് ആ ഏരിയയിലാണ്, ആ ലേക്കിന് ചുറ്റിപ്പറ്റിയാണ് ഈ ഫ്ലോട്ടിംഗ് വില്ലേജസ് ഉള്ളത്. ഇവിടെ ഒരു 170 വില്ലേജസ് ഉണ്ടെന്നാണ് കണക്ക്. വെള്ളത്തിൽ തടിയുടെ തൂണുകൾ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഇവരുടെ വീടുകളൊക്കെ. വീടുകൾ മാത്രമല്ല, ഇവിടെ സ്കൂളുണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, കടകളുണ്ട്, ഇവരുടെ കച്ചവടം എല്ലാം ഇവരിവിടെയാണ് നടത്തുന്നത്. അപ്പം കൊച്ചു കുട്ടികൾ വരെ തോണിയിൽ കയറി തന്നെത്താൻ ഓടിച്ചു പോകുന്നതൊക്കെ നമുക്ക് കാണാം ഇവിടെ. അപ്പം എല്ലാവരുടെ വീടിന് മുമ്പിലും ചെറിയൊരു വള്ളം ഉണ്ടാവും. അപ്പോൾ ആ വള്ളത്തിൽ കയറിയാണ് അവർ ഡെയിലി അവരുടെ കാര്യങ്ങളൊക്കെ നടത്താൻ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നത്. ഈ കാണുന്നതൊക്കെ ഫ്ലോട്ടിംഗ് അല്ല, ഇതൊക്കെ കരയുടെ അടുത്ത് തന്നെ അവർ ഫിക്സ്ഡ് ആയിട്ട് വെച്ചിരിക്കുന്ന വീടുകളാണ്. ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള വീടുകൾ കുറച്ച് വലിയ ബോട്ട് അല്ലെങ്കിൽ വള്ളം അങ്ങനത്തെ ഉണ്ടാക്കുന്നതാണ്. കാലാവസ്ഥ മാറി കാറ്റും മഴയും വെള്ളപ്പൊക്കവും ഒക്കെ വരുന്ന സമയത്ത് ഈ വെള്ളത്തിന് ഭയങ്കര ഫോഴ്സായിട്ട് അടിക്കും. അപ്പം വീടുകൾക്ക് അതൊരു ഡാമേജ് ആവാനുള്ള സാധ്യത ഉണ്ടല്ലോ. അപ്പോൾ ഈ വീടുകൾ അവർ ലേക്കിൻ്റെ സെൻട്രൽ പോർഷനിൽ കൊണ്ടുപോകും. ലേക്കിൻ്റെ സെൻട്രൽ പോർഷനിൽ സ്റ്റാഗ്നന്റ് വാട്ടർ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ കാലാവസ്ഥ ശരിയാവുന്നവരെ ആ സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ എല്ലാവരും പാർക്ക് ചെയ്തിടും വീട്. അപ്പോൾ അങ്ങനെയാണ് ഇവരുടെ, നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ലെങ്കിലും അങ്ങനെയാണത്. ഞങ്ങൾ ഈ ബോട്ട് റൈഡിന് വന്നപ്പം ഒരു വില്ലേജ് വഴിയാണ് വന്നത്. ആ വില്ലേജിലും ഇതേപോലെയാണ്. കരയിലാണെങ്കിലും അവർ ഹൈറ്റ് കൂട്ടിയിട്ടാണ് വീടുകളൊക്കെ വെക്കുന്നത്. കാരണം വെള്ളം കൂടുന്നതിനനുസരിച്ച് അവിടുത്തെ വീടുകളൊക്കെ ഫ്ലഡ് ആവുന്നതുകൊണ്ട് എല്ലാം ഒരു ഹൈറ്റിലാണ് അവർ വെക്കുന്നത്. ഇങ്ങനെ തടിയിൽ തൂണുകൾ വെച്ചിട്ടുള്ള വീടുകൾ കണ്ടപ്പോൾ കുട്ടനാട്ടിൽ നമുക്കിത് പരീക്ഷിക്കാൻ പറ്റുമല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. ഇതൊരു വില്ലേജ് എന്ന് പറയാനും കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു വില്ലേജ് പോലെ തന്നെ എല്ലാ സംഗതികളും ഇതിനകത്ത് തന്നെയാണ് ഇവർ ശരിയാക്കിയിരിക്കുന്നത്. സ്കൂളുണ്ട്, ചെറിയ പള്ളികളുണ്ട്, പിന്നെ ഈവൻ കല്യാണത്തിന് നമുക്ക് ഓഡിറ്റോറിയങ്ങൾ വരെ ഇതിനകത്തുണ്ട്. ഈ വെള്ളത്തിനകത്ത് ഫ്ലോട്ട് ചെയ്യുന്ന വർക്ക്ഷോപ്പ്, ടെക്സ്റ്റൈൽ ഷോപ്പ്, ഗ്രോസറി ഷോപ്പ് എല്ലാം കണ്ടിരുന്നു. അപ്പം നമ്മൾ ഈ ദാൽ ലേക്കിലും ഒക്കെ ഉള്ള പോലെ അത്യാവശ്യമായിട്ടുള്ള എല്ലാ സംഗതികളും ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഇലക്ട്രിസിറ്റിയും ഉണ്ട്. ചില സ്ഥലത്ത് സോളാർ കണ്ടു, പിന്നെ ജനറേറ്റർ അവർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ അതിനും അവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. പക്ഷെ ഇവരുടെ ലിവിങ് കണ്ടീഷൻസ് ഒന്നും അത്ര നല്ലതല്ല. കാര്യം ഇവർക്ക് വലിയ ഇൻകം ഇല്ല, പഠിപ്പില്ല. അപ്പം അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതൊക്കെ കാണുമ്പം ഓരോ സ്ഥലത്ത് ആളുകൾ എത്ര കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. അപ്പം നമുക്കൊക്കെ എത്ര ഭാഗ്യമാണെന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. ഇതൊക്കെയാണ് ഫ്ലോട്ട് ചെയ്യാൻ പറ്റിയ വീടുകൾ. ഇത് വീടുകളായിരിക്കാം, ചിലപ്പം ഷോപ്പായിരിക്കാം, ചിലപ്പം പള്ളിയായിരിക്കാം, സ്കൂളായിരിക്കാം, അതറിയില്ല നമുക്ക്. എന്നാലും ഇതൊക്കെയാണ് ഫ്ലോട്ട് ചെയ്യുന്ന സാധനങ്ങൾ. അങ്ങനെ ഇതെല്ലാം കണ്ട് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേശ്ശെ ആരും ഇല്ലാതെ, വീടുകളൊന്നും ഇല്ലാത്ത സ്ഥലമായി. അപ്പോൾ ലാസ്റ്റ് നമ്മളൊരു പോയിന്റിൽ എത്തിയപ്പം ആരുമില്ല. ശരിക്കും ഒരു സമുദ്രം പോലെ അതിൻ്റെ നടുക്ക് ഞങ്ങളും ആ തോണിക്കാരനും മാത്രം, ആ സൺസെറ്റും. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു. കണ്ണെത്താ ദൂരത്ത് വെള്ളവും, അവിടെ ഇങ്ങനെ ആരുമില്ല, ഞങ്ങളുടെ തോണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ ഒരു വളരെ നല്ലൊരു അനുഭവമായിരുന്നു അത്. ധാരാളം സൺസെറ്റുകൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇന്നത്തെ ഒരു അനുഭവം ഉണ്ടല്ലോ, അത് വളരെ വ്യത്യസ്തമായിരുന്നു. ഈ ലേക്ക് വളരെ വലുതാണ്. അപ്പോൾ അത് കാരണം നമുക്കൊരു സമുദ്രത്തിൽ നടുക്ക് നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ആവും. അങ്ങനെ ഞങ്ങൾ സൺസെറ്റൊക്കെ കണ്ട് തിരിച്ചു പോവാണ്. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കുറേ നല്ല ഓർമ്മകളായിട്ട് നമ്മളിവിടെ തിരിച്ചു പോയത്. അപ്പോൾ ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്. കംബോഡിയയിൽ വരികയാണെങ്കിൽ എല്ലാവരും വന്ന് ഈ ഫ്ലോട്ടിംഗ് വില്ലേജ് മാത്രമല്ല, ഈ സൺസെറ്റ് എന്തായാലും കാണണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും ബൈ.